ബിരുദ പ്രവേശനം 2024 എഡിറ്റിംഗ് ആൻഡ് ലേറ്റ് രജിസ്ട്രേഷൻ 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിൻ്റെ മൂന്നാം അലോട്ട്മെൻറ്റിനെ തുടർന്നുള്ള പ്രവേശനത്തിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിന് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് കോഴ്സുകളിലേക്ക് 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അഫിലിയേറ്റഡ് കോളേജുകളിലെ സർവകലാശാല സെൻറ്ററുകളിലെ സ്വാശ്രയ കോഴ്സുകളിൽ ഒഴിവുകൾ നിലനിൽക്കുന്ന സീറ്റുകൾ നികത്തുന്നതിനായി അതത് കോഴ്സുകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് നൽകുന്നതായിരിക്കും. റാങ്ക് ലിസ്റ്റിൽ നിന്ന് കോളേജുകൾ മെറിറ്റ് അനുസരിച്ച് നേരിട്ട് പ്രവേശനം നൽകുന്നതാണ്. വിശദമായ ഷെഡ്യൂൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്തതായി നമുക്ക് എഡിറ്റിംഗ് നോക്കാം. ജൂലൈ 15 മുതൽ 18 വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് നേരത്തെ സമർപ്പിച്ച അപേക്ഷയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുന്നതിനും ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പേര്, രജിസ്റ്റർ നമ്പർ, ജനന തീയതി എന്നിവ ഒഴികെ പുതിയ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം നേടിയവർ ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരായി ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്ത് പ്രവേശനം നേടിയവർ എന്നിവയൊഴികെ എല്ലാവർക്കും എഡിറ്റിംഗ് സൗകര്യം ലഭ്യമായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച് സർവകലാശാല നിർദ്ദേശങ്ങൾ പാലിക്കാതെ വിവിധ ഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തു പോയവർ എഡിറ്റ് ചെയ്ത് അപേക്ഷ പൂർത്തീകരിച്ചാൽ മാത്രം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. മൂന്നാം അലോട്ട്മെൻറ്റിന് ശേഷം ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്ഥിരം അഡ്മിഷൻ എടുക്കാൻ അവസരം ലഭ്യമാക്കിയിട്ടുണ്ട്. ഹയർ ഓപ്ഷനുകൾ നിലനിൽക്കുന്ന പക്ഷം ഈ ഓപ്ഷനുകൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. ഹയർ ഓപ്ഷനുകൾ നിലനിൽക്കുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകൾ ഏതെങ്കിലും ഒന്നിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ആയത് നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. ഇതോടെ മൂന്നാം അലോട്ട്മെൻറ്റ് മുഖേന ലഭിച്ചിരുന്ന അഡ്മിഷൻ നഷ്ടപ്പെടുന്നതും അത് യാതൊരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതുമല്ല. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിലവിലെ അപേക്ഷ പ്രകാരം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്ക് അഥവാ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. എഡിറ്റിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തി അപേക്ഷ പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും പുതുക്കിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കും റാങ്ക് ലിസ്റ്റിലേക്കും പരിഗണിക്കുക. ലേറ്റ് രജിസ്ട്രേഷൻ 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിനായി 310 രൂപ ലേറ്റ് ഫീയോട് കൂടി ലേറ്റ് രജിസ്ട്രേഷനുള്ള സൗകര്യം ജൂലൈ 15 മുതൽ 18 വൈകിട്ട് 5 മണി വരെ ലഭ്യമാകും. വെബ്സൈറ്റ് admission.uc.ac.in. പ്രസ്തുത വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളും റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുക. ജൂലൈ 31 ശേഷം ലേറ്റ് രജിസ്ട്രേഷനുള്ള സൗകര്യം വീണ്ടും ലഭ്യമാക്കുന്നതായിരിക്കും. കേരള സംസ്ഥാന ആർട്സ് ഫെസ്റ്റിവൽ, NSS, NCC 75% അറ്റൻഡൻസ് ലഭിച്ച സർട്ടിഫിക്കറ്റ്, SPC, നന്മമുദ്ര എന്നിവയിൽ +2 തലത്തിൽ സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രമേ വെയിറ്റേജ് മാർക്കിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. അപേക്ഷയിലെ അപാകം നിമിത്തം നിലവിലെ അലോട്ട്മെൻറ്റ് അഥവാ പ്രവേശനം നഷ്ടപ്പെടുകയും തുടർന്നുള്ള പ്രവേശന നടപടികളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നതാണ്. അപേക്ഷയിലെ യാതൊരുവിധ തിരുത്തലുകളും സർവകലാശാല നേരിട്ട് ചെയ്തു കൊടുക്കുന്നതല്ല. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.